ഇവിടെ കുറെ നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. എടി നീയല്ലേ പറഞ്ഞ ഞാൻ നിനക്ക് ഇതുവരെ ഒന്നും വാങ്ങിച്ചു തന്നിട്ടില്ലെന്ന്. എൻ്റെ ഉള്ളത് വെച്ച് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് മേടിച്ചു. എടാ നീ എന്ത് ഗിഫ്റ്റാ മേടിച്ചേ? ഒരു സാരിയാ. അയ്യേ സാരിയോ? ഞാൻ വേറെ എന്തൊക്കെയാ എക്സ്പെക്ട് ചെയ്ത്. ഇത് തരാനാണോ നീ എന്നെ ഇത്രയും ദൂരം വിളിച്ചു വരുത്തിയേ? ഇപ്പത്തെ കാലത്ത് ഐഫോൺ ഇതൊക്കെ കൊടുക്കുമ്പോ സാരി കൊടുത്താ പോരായ്മഞ്ഞടാ. ഈ ലാസ്റ്റ് വരെ കണ്ടോക്കി ടേസ്റ്റ് കിടക്കേണ്ടതില്ല. അമ്മ അമ്മയല്ലേ പറഞ്ഞേ അവൻ അമ്മയുടെ സ്നേഹമൊന്നുമില്ലാണ്. അമ്മയുടെ ബർത്ത്ഡേക്ക് അവൻ ഗിഫ്റ്റ് മേടിച്ചു വെച്ചേക്കുവാ. തുറന്നു നോക്ക്. നല്ല സാരിയല്ലേ, നല്ല ചേരും അമ്മയ്ക്ക്. അമ്മ പോയി എടുത്തിട്ട് വാ, ഞാൻ പോയി അവനെ വിളിച്ചിട്ട് വരാം. എടാ എനിക്ക് അത് നീ അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് സാരി മേടിച്ചില്ലേ, അത് അമ്മ കൊടുക്കാൻ പോയേക്കാ. വേഗം വാ. സാരിയാ? കേട്ടോ നിന്റെ അച്ഛൻ മരിച്ചിട്ട് 7 വർഷമായി മോനെ. അതിനുശേഷം ഇപ്പോഴാണ് ഞാനൊരു പുതിയ സാരി ഉടുക്കുന്നത്. നീ വാങ്ങിച്ചു തന്നതിന് എനിക്ക് ഒത്തിരി സന്തോഷം. അയ്യേ ഈ സാരിയോ? ഞാൻ വേറെ എന്തൊക്കെയാ എക്സ്പെക്ട് ചെയ്ത്. അതൊക്കെ പോട്ടെ, ഇത് എവിടെ നിന്ന് മേടിച്ചേ? ശാസ്ത്രമംഗലത്തുനിന്ന് പൈപ്പുമേടിലോട്ട് പോകുമ്പോ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആത്മ. ആ ആത്മയല്ലേ, എനിക്കറിയാം. അവിടെ നിന്നായിരുന്നു മെറ്റീരിയൽ എടുത്തും സ്റ്റിച്ച് ചെയ്തതും ഒക്കെ. പിന്നെ ഓർണമെന്റ്സ് ആയിരുന്നാലും ട്രഡീഷണൽ ആൻഡ് മോഡേൺ വെയറും, അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസില്. നിന്റെ മുഖം എന്ത് വാടിയിരിക്കണേ? അമ്മ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഒറ്റുള്ളില്ലേ